നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി പാംബ്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചു. കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ആരംഭിച്ച പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കട്ടപ്പന സബ് ഡിപ്പോയുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച 3 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി. മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ തീരുമാനം. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചാൽ ഫംഗ്ഷൻ നടന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മാലിന്യ നിക്ഷേപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനം. ഹൈറേഞ്ചിൽ ഏലത്തിന്റെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ വേനൽ വറുതിയിൽ ഏലച്ചെടികൾ നശിച്ചതുമൂലം ഉൽപാദനത്തിൽ ഇടിവുണ്ടായിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടി. ഏലക്കായുടെ വില 2000-ന് മുകളിലാണെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്കായില്ല. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി പാംബ്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചതായി കളക്ടർ അറിയിച്ചു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാവുകയും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. ഈ സാഹചര്യം നിലനിൽക്കുന്നതിനാലും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും രാത്രിയാത്ര നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. കൂടാതെ ജലനിരപ്പ് ഉയരുന്നതിനാൽ കല്ലാർകുട്ടി പാംബ്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 3ാമത്തെ ഷട്ടർ അരയടി ഉയർത്തിയാണ് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത്. മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ പാംബ്ള അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തി 600 ക്യൂമെക്സ് വരെ ജലമാണ് ഒഴുക്കിവിടുന്നത്. പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വരും മണിക്കൂറുകളിൽ ഇടുക്കിയിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അയ്യപ്പൻകോവിൽ ആലടിക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ഇതോടെ ആലടിയിൽ നിന്നും കൂരാമ്പാറ പാലം വഴി മേരികുളത്തേക്ക് ഗതാഗതം തിരിച്ചുവിട്ടു. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആലടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. ഈ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ കടന്നുവരാഞ്ഞത് വലിയ ദുരന്തം ഒഴിവാക്കി. ആലടിയിൽ നിന്നും പരപ്പിലേക്കുള്ള ഭാഗത്ത് ഇനിയും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. നിലവിൽ ആലടിയിൽ നിന്നും കൂരാമ്പാറ പാലം വഴി മേരികുളത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിട്ടു. ഈ ഭാഗത്തെ കാലപ്പഴക്കം ചെന്ന കൽക്കെട്ടുകൾ ഉൾപ്പെടെ പൊളിച്ചു നീക്കി പുതിയ കൽക്കെട്ടുകൾ സമയബന്ധിതമായി നിർമ്മിക്കാത്തതാണ് ഇത്തരത്തിൽ മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആലടിയോട് ചേർന്ന് നിൽക്കുന്ന പോത്തങ്കയത്തിൻ്റെ സൈഡ് ഇടിഞ്ഞ് താഴെ പോയിരിക്കുകയാണ്. കാരണം ഇതൊരു 10 വർഷം മുമ്പ് ഇടിയേണ്ട ഒരു അവസ്ഥ ഇത് ഒരു അള്ളായിട്ട് കാണുകയും ഇതിൻ്റെ ഒരു ബ്രൈറ്റ് കൊടുക്കുകയും അതിനനുബന്ധിച്ച് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരന് പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കിയിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ആളുകൾ വന്ന് നോക്കി കിട്ടിയതാണ്. പക്ഷേ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം മലയോരഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പണികൾ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇതിപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. കാരണം ആയിരക്കണക്കിന് വണ്ടികൾ ഇതിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം ഈ നിലയ്ക്ക് ഇവിടെ വളരെ അധികം ദുഃഖം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. 10 വർഷം മുമ്പ് തന്നെ ഈ ഭാഗത്തെ കൽക്കെട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൽക്കെട്ടുകൾ പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യം മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തതാണ്. എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം കൽക്കെട്ടുകൾ പുനർനിർമ്മിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വിവിധ മേഖലകളിൽ റോഡിലേക്ക് മരം നിലം പതിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ മില്ലുംപടിക്ക് സമീപം കഴിഞ്ഞ രാത്രിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കുരങ്ങാട്ടി മച്ചിപ്ലാവ് റോഡിലും മരം വീണ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. അടിമാലി മേഖലയിൽ 2 ഇടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. അടിമാലി കുമളി ദേശീയപാതയിൽ മില്ലുംപടിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരം കടപുഴകി വീണിരുന്നു. രാത്രി 10ഓടെയായിരുന്നു പാതയോരത്തിൽ നിന്ന് മരം നിലം പതിച്ചത്. രാത്രി ആയതിനാലും റോഡിൽ വാഹനത്തിരക്കില്ലാതിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി. അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കി. കുരങ്ങാട്ടി മച്ചിപ്ലാവ് റോഡിലും മരം വീണ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. പാതയോരത്ത് നിന്ന് മരം താഴേക്ക് പതിക്കുകയായിരുന്നു. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്ന വൈദ്യുതി ബന്ധവും താറുമാറായി.
റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. മഴ പെയ്യുന്നതോടെ ദേശീയപാതയിലടക്കം മരം സ്ഥിരമായി കടപുഴകി വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായി പോകുന്നത്. അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് ഇനിയും പൂർണ്ണതോതിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. KSRTC കട്ടപ്പന സബ് ഡിപ്പോയുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച 3 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ആരംഭിച്ച പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയുടെ ഗ്രാമങ്ങളിൽ സർവീസ് നടത്താൻ ഗ്രാമവണ്ടി അനുവദിക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് KSRTC കട്ടപ്പന സബ് ഡിപ്പോയിൽ നിന്ന് 2 സർവീസുകൾ ആരംഭിക്കുന്നത്. വൈകുന്നേരം 4:30 കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തെത്തി തിരിച്ച് കട്ടപ്പന കൂടി ചെറുതോണി നീരിമംഗലം വഴി എറണാകുളത്തേക്കും, രാത്രി 8 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട ചെറുതോണി തൊടുപുഴ വഴി എറണാകുളത്തേക്കുമാണ് സർവീസുകൾ. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് സർവീസ് നടത്തുക. മുൻപ് നിരവധി ആളുകൾക്ക് ഈ സമയങ്ങളിൽ ബസ് സർവീസുകൾ ഇല്ലാതിരുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. KSRTCയുടെ പുതിയ സർവീസ് വരുന്നതോടെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകുക. വെള്ളയാങ്കുടി KSRTC ഡിപ്പോയിൽ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. KSRTC കട്ടപ്പന ഡിപ്പോയുടെ നവീകരണത്തിനായി മുൻപ് 3 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. ആ തുക വിനിയോഗിക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു. കട്ടപ്പനയിലെ വിവിധ ഗ്രാമീണ മേഖലകളിൽ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി നഗരസഭയുമായി ചേർന്ന് ഗ്രാമവണ്ടി അനുവദിക്കും. ജില്ലയിൽ പുതിയൊരു സബ് ഡിപ്പോ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ ജില്ലയിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ 2 സർവീസുകൾ വരുമ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് വലിയ സഹായകമാകുന്ന ഒരു സർവീസായിട്ട് മാറും. അതോടൊപ്പം കട്ടപ്പനയിലെ ഈ KSRTCയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിളായ 3 കോടി രൂപ വളരെ പെട്ടെന്ന് തന്നെ ചെലവഴിക്കത്തക്ക നിലയിലുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പനയുടെ ഗ്രാമങ്ങളിലേക്ക് കുറച്ചും കൂടി KSRTCയുടെ സർവീസ് എത്തിക്കണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനാവശ്യമായ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി നഗരസഭയുമായി ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രാമവണ്ടി ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വണ്ടിയും ഡ്രൈവറും കണ്ടക്ടറും അതിൻ്റെ മെക്കാനിക്കൽ പാർട്ടെല്ലാം സർക്കാർ നോക്കും. അതോടൊപ്പം അതിൻ്റെ ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നിർവഹിക്കണമെന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ. ആ ഗ്രാമവണ്ടിയും കൂടി നമുക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി കട്ടപ്പനയിൽ നിന്ന് ആരംഭിക്കാനായിട്ട് കഴിയും. അപ്പോൾ കട്ടപ്പനയിലെ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെ ഒരു സർവീസ് നടത്തുക, ആൾക്കാർ കുറേ കൂടി കാര്യങ്ങൾ ടൗണുമായി ബന്ധപ്പെടുന്നതിനുള്ള സൗകര്യം രൂപപ്പെടുത്താനായിട്ടുള്ള അവസരം രൂപപ്പെടുത്തുക എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് തന്നെ കട്ടപ്പനയും ഇടുക്കിയും അതോടൊപ്പം മൂലമറ്റൂർ, ഇടുക്കിയിൽ പുതിയതായി ഒരു ഓപ്പറേഷൻ സെൻറ്റർ, ഒരു സബ് ഡിപ്പോ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. കട്ടപ്പന ഡിപ്പോയിൽ നടന്ന ഫ്ളാഗ് ഓഫ് കർമ്മത്തിൽ നഗരസഭാ അധ്യക്ഷ ബീന ടോമി, വൈസ് ചെയർമാൻ KJ ബെന്നി, ATO M ബഷീർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മാണി ജോൺ, മുൻ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ CR മുരളി, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ മാണി ജോസഫ്, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ VR സജി, ഷാജി നെല്ലിപ്പറമ്പിൽ, KP ഹസൻ, ER രവീന്ദ്രൻ, ഷാജി കൂത്തോടി, സജിമോൾ ഷാജി, KSRTC ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ തീരുമാനം. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചാൽ ഫംഗ്ഷൻ നടന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മാലിന്യ നിക്ഷേപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. കഴിഞ്ഞ 8-ാം തീയതി കട്ടപ്പനയിൽ നടന്ന വിവാഹ ചടങ്ങിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗർ തോട്ടിലേക്ക് നിക്ഷേപിച്ചിരുന്നു. ഇതിന് പിന്നാലെ പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്തും മാലിന്യം നിക്ഷേപിച്ചു. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിവാഹ പാർട്ടിയുടെ മാലിന്യമാണെന്ന് കണ്ടെത്തി. 100 പേർക്ക് മുകളിലുള്ള വിവാഹ പാർട്ടികൾ നടക്കുകയാണെങ്കിൽ ഓഡിറ്റോറിയം ഉടമയും വിവാഹ നടത്തിപ്പുകാരനും നഗരസഭയിൽ വിവരം അറിയിക്കണമെന്നാണ് പുതിയ നിയമം. എന്നാൽ നിയമം തെറ്റിച്ചാണ് പല ചടങ്ങുകളും നടക്കുന്നത്. മാലിന്യം തള്ളിയ കേസിൽ ഓഡിറ്റോറിയം ഉടമയ്ക്കും വിവാഹം നടത്തിയ വ്യക്തിക്കും കേറ്ററിംഗ് സ്ഥാപനത്തിനും നഗരസഭ കത്ത് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് പറഞ്ഞു. നമ്മുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാരും നഗരസഭയും മാലിന്യങ്ങൾ പൊതുവഴിയിലും പൊതുനിരത്തിലും ജലാശയങ്ങളും തള്ളുന്നത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നും അത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതാണെന്നുള്ള തരത്തിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവണത ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ മാലിന്യ സംസ്കരണ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ
വളരെ കർക്കശമാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു വിവാഹം അതുപോലെയുള്ള പൊതുപരിപാടികൾ, പൊതു പാർട്ടികൾ നടത്തുന്ന, ഓഡിറ്റോറിയങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. 100 പേരിലധികം ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ വിവാഹ ചടങ്ങിലോ വിവാഹ പാർട്ടിയിലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അത് ഓഡിറ്റോറിയം നടത്തിപ്പുകാർക്കും ആ പരിപാടി നടത്തുന്ന വീട്ടുകാരാണെങ്കിൽ വീട്ടുകാരോ സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങൾക്കും ആ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഈ നിയമപരമായ കാര്യങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമുണ്ടായ ഇതുപോലുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം. ഇത് നമ്മൾ നിയമപരമായിട്ട് കർക്കശമായ നിലപാടിലേക്ക് നഗരസഭ കർക്കശമായ നിലപാട് സ്വീകരിക്കും. നിയമപരമായിട്ട് പ്രൈമറി നോട്ടീസ് നൽകി കഴിഞ്ഞു. അതുമായിട്ടുള്ള തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 50,000 രൂപ വരെയും ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളിയാൽ 2 ലക്ഷം രൂപ വരെയും പിഴ ചുമത്താൻ നിയമമുണ്ട്. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവരുടെ വിവരങ്ങൾ തെളിവ് സഹിതം നൽകിയാൽ പിഴ ഈടാക്കുന്നതിന്റെ 25% തുക പാരിതോഷികമായി നൽകുമെന്നും പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഹൈറേഞ്ചിൽ ഏലത്തിന്റെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ വേനൽ വറുതിയിൽ ഏലച്ചെടികൾ നശിച്ചതുമൂലം ഉൽപാദനത്തിൽ ഇടിവുണ്ടായിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഏലക്കായുടെ വില 2000-ന് മുകളിലാണെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്കായില്ല. കായ ഉണക്കാൻ സ്റ്റോറുകളിലേക്ക് എത്തുന്ന അളവിലും വലിയ കുറവുണ്ടെന്ന് സ്റ്റോർ ഉടമകൾ പറയുന്നു. ഇക്കഴിഞ്ഞ വേനൽക്കാലം വലിയ വറുതിയാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് സമ്മാനിച്ചത്. ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചു. മെയ് മാസത്തിൽ വേനൽ മഴയെത്തിയത് കർഷകർക്ക് ആശ്വാസമായി. ഇതോടെ കർഷകർ ഏലത്തിന്റെ പരിപാലനം ഊർജിതമാക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണത്തെ കനത്ത വേനൽ ഏലക്കായുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. പലയിടത്തും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വേണ്ട രീതിയിൽ ചെടികളിൽ കായില്ലാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കായ ഉണങ്ങാൻ സ്റ്റോറുകളിലേക്ക് എത്തുന്ന അളവിലും വലിയ കുറവുണ്ടെന്ന് സ്റ്റോർ ഉടമകൾ പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഏലക്ക വരേണ്ട സമയമായ ഈ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ ആയെങ്കിലും നമുക്ക് ഏലക്കായുടെ വരവ്, ഏലക്ക എടുക്കുന്നതിന് ശരത്തിൽ കാ പിടിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത് കായ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പൊഴിഞ്ഞു പോകുന്ന സാഹചര്യം കൂടുന്നുണ്ടാകുന്നു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ ഏലകൃഷി പാടെ നശിച്ച ഹൈറേഞ്ചിൽ ഈ പ്രാവശ്യം ഉൽപ്പാദനം വളരെ തീർത്തും ഗണ്യമായ രീതിയിൽ കുറയുവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഏലത്തിൻ്റെ ശരത്തിൽ നിന്നും പഴയ സാധാരണ രീതിയിൽ കാണുന്ന രീതിയിൽ കാപിടുത്തം കാണുന്നില്ല. ഏലക്കായുടെ വില 2000-ന് മുകളിലാണെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്കായില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏലക്കായുടെ വില 2000-ന് മുകളിൽ തുടരുന്നുണ്ട്. ഉൽപാദനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ള സ്ഥിതിക്ക് കായുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷ കർഷകർ വച്ചു പുലർത്തുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ ഉണങ്ങിയെടുക്കുന്ന കായ കർഷകർ പലരും വിറ്റൊഴിക്കുന്നില്ല. ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെ അനധികൃതമായി സ്കൂൾ മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വൈകുന്നതിൽ മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ കട്ടപ്പന DE ഓഫീസ് ഉപരോധിച്ചു. PTA പ്രസിഡന്റ് KJ ഷൈൻ സമരം ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗ്രാം സർക്കാർ സ്കൂളിലെ കുട്ടികളെ അനധികൃതമായി സ്കൂൾ മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. എന്നാൽ നാളിതുവരെയായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് മാതാപിതാക്കൾ DE ഓഫീസ് ഉപരോധിച്ചത്. കട്ടപ്പന DE ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി PTA പ്രസിഡന്റ് KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഈ അഴിമതി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും വളരെ അഹങ്കാരത്തോടു കൂടി ഈ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കുന്നവരെ അത് കേരളത്തിലാകെ ഈ നിലപാടുണ്ട്. വിവിധ ജില്ലകളിൽ പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കുന്ന നിലപാട് സ്വീകരിക്കും. ആ നിലപാട് തിരുത്താൻ മാതൃകാപരമായ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും തയ്യാറാകാത്ത പക്ഷം അതിശക്തമായ സമരം ശാന്തിഗ്രാം സ്കൂളിൻ്റെ രക്ഷകർത്താക്കളുടെ യോഗം ചേർന്ന് നടക്കും. ഈ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയില്ലാത്ത രീതിയിലുള്ള സമരങ്ങളാണ് ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. മാതാപിതാക്കളോ PTAയോ സ്കൂൾ അധികൃതരോ അറിയാതെയാണ് വിദ്യാർത്ഥികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റിയത്. ഇതോടെ സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുന്ന DE ഓഫീസിലെ ജീവനക്കാർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല.
അന്വേഷണം നടക്കുകയാണെന്നും അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്നും മാത്രമാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ഈ സാഹചര്യത്തിലാണ് മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ DE ഓഫീസ് പടിക്കൽ സമരം നടത്തിയത്. വിഷയത്തിൽ ഉടൻ നടപടിയുണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് PTIയുടെയും മാതാപിതാക്കളുടെയും തീരുമാനം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ UDF അംഗങ്ങൾ പ്രസിഡന്റിന്റെ ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചു. തോപ്രാംകുടിയിലെ മീറ്റ് സ്റ്റാളിന്റെ നടത്തിപ്പ് അവകാശം ലേലം നടത്താത്തതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് പഞ്ചായത്തിന് ഉണ്ടായിട്ടുള്ളതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 2022-23 സാമ്പത്തിക വർഷത്തിൽ മീറ്റ് സ്റ്റാൾ ലേലത്തിലൂടെ 30 ലക്ഷം രൂപയും 2023-24 17 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന് വരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ലേലം വൻതുക കോഴ വാങ്ങി മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നടത്താതിരിക്കുകയാണെന്നാണ് UDF അംഗങ്ങളുടെ ആരോപണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി വച്ച പദ്ധതിയിലും പദ്ധതി പൂർത്തീകരിക്കാതെ തുക നൽകിയതിലും ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഇതിനെതിരെ UDF നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. തോപ്രാംകുടി മാർക്കറ്റ് ലേലം ചെയ്യാതെ CPMന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ വീട്ടിൽ വെച്ച് നടത്തിയ ചർച്ചയെ തുടർന്ന് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് അറവുശാലയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ട ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, തോപ്രാംകുടി അറവുശാല ലേലം ചെയ്യാതെ CPM നേതാക്കന്മാർക്ക് കൈക്കൂലി 10 ലക്ഷം രൂപയോളം കൈക്കൂലി കൊടുത്തുകൊണ്ട് പഞ്ചായത്തിന് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭ പരിപാടിയുമായി വാത്തിക്കുടി പഞ്ചായത്തിലെ UDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭം നടത്തുന്നത്. ഇതിൽ വാത്തിക്കുടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിരുത്തരവാദമായി പെരുമാറി എന്നുള്ളത് മാത്രമല്ല, ഈ കോഴയുടെ അംശം കൂടി കൈപ്പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സ്റ്റാൾ നടത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ഇല്ലാത്തതാണ് ലേലം നടത്താത്തതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം. എന്നാൽ തോപ്രാംകുടി മാർക്കറ്റിലെ സ്റ്റാളുകൾ ഒഴിവായി കിടക്കുകയും അവിടം വേസ്റ്റ് ശേഖരിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു. തീർത്തും സാധാരണക്കാർ താമസിക്കുന്ന ഒരു പഞ്ചായത്തിൽ കശാപ്പുകാർക്ക് അടിയറവ് വെച്ചുകൊണ്ട് കശാപ്പുകാർ പാർട്ടിക്കാർക്കും കുറേ ആളുകൾക്കും പൈസ കൊടുത്ത് ലേലം നടത്താതെയും ജനങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായ ഇറച്ചിക്ക് വില മേടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അഴിമതിയിൽ രാജിവെക്കണമെന്നാണ് മെമ്പർ നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ അഴിമതി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് രാജിവെക്കുകയും മീറ്റ് സ്റ്റാൾ ലേലവുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും UDF അംഗങ്ങളായ പ്രദീപ് ജോർജ്, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ബിജു വടക്കേക്കര, അനിൽ ബാലകൃഷ്ണൻ, ജോസ്മി ജോർജ് എന്നിവർ ആവശ്യപ്പെട്ടു. കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 11 അജണ്ടകൾ ചർച്ച ചെയ്തു. മാലിന്യമുക്ത നവകേരളം ആക്ഷൻ പ്ലാൻ റിവൈസ് ചെയ്തു നൽകുന്നതിനും കട്ടപ്പന നഗരസഭ 14ാം പഞ്ചവത്സര പദ്ധതി 2024-25 വാർഷിക പദ്ധതിയിലേക്കുള്ള വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് സഭ വിവിധ തീയതികളിൽ നിശ്ചയിച്ചു നൽകുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു. മർച്ചന്റ് യൂത്ത് വിംഗ് സംഘടിപ്പിച്ച കട്ടപ്പന ഫെസ്റ്റ് നഷ്ടത്തിലായതിനാൽ ഗ്രൗണ്ട് വാടക ഇനത്തിൽ 7 ലക്ഷം രൂപ കുറച്ചു നൽകണമെന്നുള്ള ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ KP ഹസന്റെ അപേക്ഷ കൗൺസിലിൽ ചർച്ച ചെയ്തു. ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. ഏറ്റവും പ്രധാനമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ റിവൈസ് ചെയ്യുന്നതിന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ പദ്ധതി അനുസരിച്ച് നമ്മൾ ആസ്പിരേഷൻ ടോയ്ലറ്റുകളും കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകളും പബ്ലിക് ടോയ്ലറ്റുകളും അതുപോലെ തന്നെ മിനി MCF, RRF അടക്കമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കൗൺസിൽ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ മാസം തന്നെ സമർപ്പിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വാർഡ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വാർഡ് സഭാ യോഗങ്ങൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ ആരംഭിക്കുന്നതിന് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 11 അജണ്ടകൾ ചർച്ച ചെയ്തു. കട്ടപ്പന 20 ഏക്കർ വള്ളക്കടവ് റോഡിൽ ഒഴുകെപ്പടിക്ക് സമീപം വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കടന്നുപോകുന്ന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. നഗരസഭയോ വൈദ്യുത വകുപ്പോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കട്ടപ്പന 20 ഏക്കർ വള്ളക്കടവ് റോഡിൽ ഒഴുകെപ്പടിക്ക് സമീപമാണ് റോഡ് പുറമ്പോക്കിലും സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലും നിരവധി മരങ്ങൾ ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മരങ്ങളുടെ ചില്ലകൾ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് അപകട ഭീഷണി ഉയരാൻ കാരണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണാൽ വൈദ്യുതി ലൈനിൽ പതിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും. നിരവധി സ്കൂൾ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്.
മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഭീതിയോടെ മാത്രമേ ഇതുവഴി ഇപ്പോൾ കടന്നുപോകാൻ സാധിക്കുകയുള്ളൂ. വഴി യാത്രക്കാർക്ക് പുറമെ സമീപത്തെ വീടുകൾക്കും ഭീഷണിയായിട്ടാണ് മരങ്ങൾ നിൽക്കുന്നത്. അതിലോട്ട് ചാഞ്ഞു കിടക്കുന്നു. വീടിന് ഭീഷണി. എല്ലാ സ്കൂൾ ബസ്സുകളും വരുന്ന കട്ടപ്പനയിലെ സകല സ്കൂൾ ബസ് വണ്ടികളും വരുന്ന വഴി ഏത് സമയം ഒടിഞ്ഞു വീഴാന്നൊരു ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ്. വിഷയം നഗരസഭയെയും വൈദ്യുതി വകുപ്പിനെയും അറിയിക്കുമ്പോൾ സ്വീകാര്യമല്ലാത്ത മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. വിഷയത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അടിമാലി ഇരുമ്പുപാലം ടൗണിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നാണ് ഇരുമ്പുപാലം. ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന ടൗണുകളിൽ ഒന്നാണ് ഇരുമ്പുപാലം. അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വളരെ വേഗത്തിൽ വളരുന്ന ടൗണുകളിൽ ഒന്നുകൂടിയാണ് ഇത്. ഇരുമ്പുപാലം ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോഴുയരുന്ന ആവശ്യം. ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ സ്ഥാപനങ്ങൾ ഇരുമ്പുപാലം ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തിടെ ടൗണിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും നടന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ടൗണിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. ഇരുമ്പുപാലം പോലൊരു വളർന്നു വരുന്ന ഒരു ടൗണിൽ നിലവിൽ മോഷണങ്ങളും കടകളിൽ കഴിഞ്ഞ ദിവസം കയറി മോഷണം നടന്നു. അതല്ലാണ്ട് വണ്ടികളിലെ ബാറ്ററികൾ മോഷണം പോകുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇരുമ്പാലം മേഖലയിൽ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടൗണിലൊരു ക്യാമറ സ്ഥാപിക്കുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. നിലവിൽ ക്യാമറകൾ വയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പത്താവിൽ മറ്റ് മേഖലകളിലെല്ലാം ചെറിയ ടൗണുകളിലെല്ലാം ക്യാമറ വെച്ച് അത്യാവശ്യം സുരക്ഷകൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇരുമ്പാലം ടൗണിൽ ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇരുമ്പുപാലത്തിന്റെ സമീപ ടൗണുകളായ അടിമാലിയും പത്താമയിലും പൂർണ്ണമായി ക്യാമറ നിരീക്ഷണത്തിലാണ്. മോഷണം ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ തുമ്പുണ്ടാക്കി നൽകാൻ ക്യാമറ നിരീക്ഷണം പോലീസിനും സഹായകരമാകുന്നു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസവും ഇരുമ്പുപാലം ടൗണിൽ വന്നു പോകുന്നുണ്ട്. വാഹനങ്ങളിലെ ബാറ്ററി മോഷണവും മുമ്പ് ഇരുമ്പുപാലം മേഖലയിൽ നടന്നിരുന്നു. ഇരുമ്പുപാലത്തെ ക്യാമറ നിരീക്ഷണത്തിലാക്കാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിന് അഭിമാനമായി ഇടുക്കിയിൽ നിന്നൊരു മിടുക്കി. ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ജൂനിയർ വിഭാഗത്തിൽ രാജാക്കാട് NR-City സ്വദേശിയായ നിവേദ്യ വെങ്കല മെഡൽ നേടിയത്. ടീമിനത്തിൽ ഇന്ത്യ വെള്ളിയും സ്വന്തമാക്കി. പ്രീജ ശ്രീധരനും KM ബീനാമോളയും പോലുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത് വളർന്നു വരുന്ന താരങ്ങളും നിരവധിയാണ്. അതിലൊരാളാണ് രാജാക്കാട് NR-City വടക്കയിൽ രതീഷ് ദീപ ദമ്പതികളുടെ മകൾ നിവേദ്യ. ന്യൂസിലൻഡിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത്. ടീമിനത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി. 10ാം ക്ലാസ് വരെ NR-City SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച നിവേദ്യ ഇപ്പോൾ തലശ്ശേരി ഗവൺമെന്റ് VHSSൽ +1 വിദ്യാർത്ഥിനിയാണ്. തലശ്ശേരി സ്പോർട്സ് സ്കൂളിലാണ് പരിശീലനം നടത്തുന്നത്. അരുൺ നായരാണ് നിവേദ്യയുടെ മുൻ പരിശീലകൻ. സാഗർ S. ലാഖു, അരുൺ രാജ്കുമാർ എന്നിവരാണ് ഇപ്പോൾ നിവേദ്യയ്ക്ക് പരിശീലനം നൽകുന്നത്. ഇടുക്കിയുടെ മിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജാക്കാട് എന്ന കുടിയേറ്റ ഗ്രാമവും ജില്ലയും. അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല നേതൃത്വ ശിബിരം നടന്നു. വണ്ടിപ്പെരിയാർ NSS ഹാളിൽ നടന്ന നേതൃത്വ ശിബിരം സഹകാർ ഭാരതി ജില്ലാ മെമ്പർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 2025 സഹകാർ ഭാരതിയുടെ ശതാബ്ദി വർഷമാകുമ്പോൾ പഞ്ചായത്തുകൾ തോറും അക്ഷയശ്രീ മിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല നേതൃത്വ ശിബിരം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ NSS ഹാളിൽ നടന്ന പഞ്ചായത്ത് തല നേതൃത്വ ശിബിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രതീഷ് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. സഹകാർ ഭാരതി ഇടുക്കി ജില്ലാ അംഗം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകാർ ഭാരതി ഇടുക്കി ജില്ലാ സെക്രട്ടറി PK പ്രസന്നൻ നേതൃത്വ ശിബിരത്തിൽ ക്ലാസ് നയിച്ചു. നമുക്കറിയാവുന്ന പോലെ ഏകദേശം 25 പഞ്ചായത്തിൽ നമുക്ക് പഞ്ചായത്ത് സമിതികളുണ്ട്. ഈ പഞ്ചായത്ത് സമിതികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഏകദേശം ഒരു 4ഓളം പഞ്ചായത്തുകളിൽ അക്ഷയശ്രീ നേതൃത്വ ശിബിരം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്.
അക്ഷയശ്രീയുടെ ചുമതലയിലേക്ക് വരുമ്പോൾ അക്ഷയശ്രീക്ക് അതിൻ്റെ ഒരു ഘടകങ്ങൾ നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ ഒരു സംസ്ഥാന മിഷൻ, ഒരു ജില്ലാ മിഷൻ, പിന്നെ പഞ്ചായത്ത് മിഷൻ. ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്തോണം. അപ്പോൾ നമുക്ക് ഒരു ത്രിതല സംവിധാനത്തിലാണ് അക്ഷയശ്രീ പ്രവർത്തിക്കുന്നത്. അക്ഷയശ്രീയുടെ മുഴുവൻ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയ സർട്ടിഫിക്കറ്റുകളിൽ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അക്ഷയശ്രീയുടെ മുഴുവൻ പേര് എന്താ എഴുതിയേക്കുന്നത്? അക്ഷയശ്രീ മ്യൂച്വലി എയ്ഡഡ്, എന്താണ്? മ്യൂച്വലി എയ്ഡഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മിഷൻ എന്നാണ്, അല്ലേ? ഇതിന് മലയാളം പറഞ്ഞാൽ അക്ഷയശ്രീ പരസ്പര സഹായ സുസ്ഥിര വികസന മിഷൻ ട്രസ്റ്റ്, അല്ലേ? ആ പേരിന്റെ അവസാനം എന്തുണ്ട്? ഒരു ട്രസ്റ്റ് ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മളൊരു ട്രസ്റ്റിന്റെ രൂപത്തിലാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ അക്ഷയശ്രീ പ്രവർത്തിക്കുന്നത്. അക്ഷയശ്രീ മിഷൻ പീരുമേട് താലൂക്ക് കോർഡിനേറ്റർ ഗീതു കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പെരിയാർ പഞ്ചായത്ത് മിഷൻ ഖജാൻചി ചിത്രാദേവി, പ്രസിഡന്റ് ഷാച്ചി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ നേതൃത്വ ശിബിരത്തിൽ പങ്കെടുത്തു. ഉപ്പുതറ പാലക്കാവിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പാലക്കാവ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പാലക്കാവ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പാലക്കാവ് ബൂത്ത് പ്രസിഡന്റ് ലിബീഷ് ലാലിച്ചൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ടിനു ദേവസ്യ, ആൽബിൻ PR, ബിജോ വെട്ടിക്കുഴിച്ചാലിൽ, ബേബി അരിപ്പറമ്പിൽ, ലാലിച്ചൻ നെടിങ്ങേലിയിൽ, ഷൈമോൻ ഷാജി, രാജേഷ് KT, ബിബിൻ ചോയി എന്നിവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ 27-ാം വാർഡ് തോവരിയാറിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ 27-ാം വാർഡ് തോവരിയാറിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മക്കളെ, നമുക്ക് എല്ലാവർക്കും ഫുൾ A+ നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ഒരു കുഞ്ഞ് ഫുൾ A+ വാങ്ങിച്ചാൽ ആ മറ്റേ കുഞ്ഞ് ഫുൾ A+ വാങ്ങിക്കാനായിരിക്കുക. കുഞ്ഞുങ്ങളുടെ കഴിവ് പലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഫുൾ A+ വാങ്ങിക്കാനായിരിക്കും, മറ്റു കുട്ടികൾക്ക് കലാകായികപരമായിട്ടുള്ള കഴിവുകളാണ്. അപ്പം ഇതിനെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിനോടെല്ലാം ചേർന്ന് നിന്ന് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നു, ഉന്നത വിജയം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡ് പരിധിയിൽ താമസക്കാരായ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാനതല മദർ തെരേസ സേവന അവാർഡ് ജേതാവ് ഡെറിൻ ആന്റണി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായ വാർഡിൽ മദർ തെരേസയായി തിരഞ്ഞെടുക്കപ്പെട്ട ജൈനി സോജൻ എന്നിവർക്കും അനുമോദനം നൽകി. പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്നേഹോപഹാരങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ മുൻ കൗൺസിലർ തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ വാർഡ് കൗൺസിലർ ലീലാമ്മ ബേബി, ഇൻഫന്റ് ജീസസ് ഇടവക വികാരി ഫാദർ ജോസഫ് കോയിക്കൽ, ADS പ്രസിഡന്റ് സുമാ തങ്കച്ചൻ, സെക്രട്ടറി രാജി രഘുവരൻ, CDS അംഗം ഗീതാ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. എഴുകമ്പയിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസ് വാലിയുടെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രസിഡന്റായി റാണ ബെന്നറ്റും സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടിയും ട്രഷററായി സാന്റി പാറത്തറയും ചുമതലയേറ്റു. എഴുകുംവയിൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസ് വാലിയുടെ 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത്. പൊതുസമൂഹത്തിലേക്ക് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ബോസം എന്നതാണ് ഈ വർഷത്തെ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്ലബിന്റെ ആരംഭകാലം മുതൽ നിങ്ങൾ ഈ പ്രദേശത്ത് കാഴ്ചവെച്ച ഒരു റോട്ടറി മാജിക് ഉണ്ട്. 2 ഡസനോളം ഭവനരഹിതരായ ആളുകൾക്ക് വീടുകൾ വെച്ച് നൽകി. ആ അക്കംപ്ലിഷ്മെൻ്റാണ് റോട്ടറി മാജിക് എന്ന് പറയുന്നത്. നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ മാനുഷിക നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കി അത് സമൂഹത്തിന് സമർപ്പിക്കുക, അതാണ് മാജിക് ഓഫ് റോട്ടറി എന്നുള്ളത് കൊണ്ട് റോട്ടറി ഇന്റർനാഷണൽ ഉദ്ദേശിക്കുന്നത്.
മുൻ വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷം പഠനസഹായം, രക്തദാന ക്യാമ്പുകൾ, ജൈവ കൃഷി പ്രോത്സാഹനം, ഭിന്നശേഷി കുട്ടികൾക്കായി പദ്ധതികൾ എന്നിവ നടപ്പാക്കും. ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് സിദ്ദിഖ് സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം നടത്തി. ചടങ്ങിൽ മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത വിനോദ് കുളമാക്കൽ, മികച്ച സംരംഭകനായി തിരഞ്ഞെടുത്ത അഭിലാഷ് മൂലയിൽ, തായ്ക്കൊണ്ട സ്റ്റേറ്റ് റഫറി ബാസ്റ്റിൻ ആന്റണി എന്നിവരെ അനുമോദിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗണിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റായി മനോജ് അഗസ്റ്റിനും സെക്രട്ടറിയായി പ്രദീപ് എസ് മണിയും ട്രഷററായി ബെന്നി വർഗീസും ചുമതലയേറ്റു. കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ചെല്ല രാഘവേന്ദ്രൻ വിശിഷ്ട അതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. It is an occasion of homecoming whenever I used to get an opportunity to participate in these installations of this club for very many reasons. This is a club which has stood with me personally in my difficult times when during my electioneering during the year 2006 and thereafter on very many occasions. പുതുതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, പ്രാഥമിക വിദ്യാഭ്യാസ സഹായങ്ങൾ, ആലംബഹീനർക്ക് ഒരു കൈത്താങ്ങ്, മോട്ടിവേഷൻ ക്ലാസുകൾ, ജൈവ കൃഷി പ്രോത്സാഹനം, മെഡിക്കൽ ക്യാമ്പുകൾ, വയോജന പരിപാലനം, കിടപ്പ് രോഗികൾക്കായി കരുതൽ പദ്ധതികൾ, ഭിന്നശേഷിക്കാർക്ക് ടൂർ പ്രോഗ്രാം, നഗര ശുദ്ധീകരണം, സ്കൂൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് തുടങ്ങിയ പദ്ധതികളാണ് ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷിബി ഫിലിപ്പ്, പ്രിൻസ് ചെറിയാൻ, വിനീഷ് കുമാർ, അനിൽ രവീന്ദ്രൻ, രാജേഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം ഓട്ടോസിംഗ് ടെക്നോളജി സിഇഒ റോഷൻ സാജൻ നിർവഹിച്ചു. നൈപുണ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ശക്തമായ അടിത്തറ കെട്ടിപ്പടുത്തി വിജയകരമായ ഒരു ബിസിനസ് നടത്തുന്നതിനാവശ്യമായ അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി ക്രൈസ്റ്റ് കോളേജിൽ തുടങ്ങിയ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം BCA വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയും ഓട്ടോസിംഗ് ടെക്നോളജി സിഇഒയുമായ റോഷൻ സാജൻ നിർവഹിച്ചു. പുറ്റടി ഹോളിക്രോസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പലും BCA വിഭാഗം മേധാവിയുമായ മെൽവിൻ NV മുഖ്യ അതിഥിയായിരുന്നു. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം, പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു. BCA വിഭാഗം മേധാവി ജോസ് കെ സെബിൻ, IQAC കോർഡിനേറ്റേഴ്സായ ക്രിസ്റ്റി പി ആന്റണി, ബിനു ജോർജ്, BCA വിഭാഗം അധ്യാപകരായ ഡോണാമോൾ തോമസ്, സ്നേഹാമോൾ തോമസ്, FC മാത്യു എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ ചൈതന്യ SHGയുടെ 15ാമത് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1.5 പതിറ്റാണ്ട് കാലത്തോളം കാഞ്ചിയാറിന്റെ വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന SHGയാണ് ചൈതന്യ SHG. SHGയുടെ 15ാമത് വാർഷികവും കുടുംബസംഗമവുമാണ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ കുടുംബം അയൽപരമായുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമായി. അതിങ്ങോട്ട് കടന്നു വന്ന് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് അതിർവരമ്പുകൾ, മതിൽക്കെട്ടുകൾ എല്ലാം കൂടി നമ്മളൊരു നാഗരിക സംസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതൊരു കാലത്തിന്റെ ബുദ്ധിമുട്ടിൽ ഒരുപക്ഷെ അങ്ങനെ തന്നെ ആകുക തന്നെ വേണം, നമുക്കറിയാമെങ്കിലും അതിന്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഇത്തരം കുടുംബ കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങളൊക്കെ ഈ 15 വർഷം നിലനിൽക്കുക എന്നുള്ളത് തന്നെ വളരെ വലിയ കാര്യമാണ്. SHG പ്രസിഡന്റ് PP ഷിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘം രക്ഷാധികാരി ബിജു പാറക്കുന്നേൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി വേലമ്പറമ്പിൽ, രമ മനോഹരൻ, സംഘം സെക്രട്ടറി ഷിൻസ് മാത്യു, റോയി രംഗത്ത്, KJ മാത്യു, ജിജോ ജോഷുവ, ജോസഫ് ഉലഹന്നാൻ, PJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മലയാളക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ 100 വർഷമെത്തി. 1924 ജൂലൈ 14 ആരംഭിച്ച ദിവസങ്ങൾ നീണ്ട വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കമെന്ന് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുൻപത്തെ ആ ദുരന്തത്തിലെ മൊത്തം നഷ്ടം, മരണം ഇതൊന്നും ശരിയായി തിട്ടപ്പെടുത്തിയിട്ടില്ല. മൂന്നാറിനെ കശക്കിയെറിഞ്ഞ മഹാദുരന്തം കൂടിയായിരുന്നു അത്. മൂന്നാറിനെ കശക്കിയെറിഞ്ഞ 99 വെള്ളപ്പൊക്കത്തിന് 100 വയസ്സ് തികഞ്ഞു. 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം. കൊല്ലവർഷം 1099 ഇതുണ്ടായതെന്നതിനാലാണ് 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു. 1099 കർക്കിടകം 1 തുടങ്ങി 3 ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന കണക്കില്ല. അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്തുണ്ടായിരുന്നില്ല. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി. പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ നിർത്തി. തപാൽ സംവിധാനങ്ങളും നിലച്ചു. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽപാതകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായി ഇല്ലാതാക്കി. 1902 സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി, കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം മൂന്നാറിൽ നാമാവശേഷമായി. വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു. 10 രാവും പകലും മഴ തകർത്തു പെയ്തു. അല്പം ശക്തി കുറഞ്ഞ മഴ 3 ആഴ്ച തുടർന്നു. ചുഴലിക്കാറ്റാണ് കനത്ത മഴയ്ക്ക് കാരണമായത്. മൂന്നാറിൽ മാത്രം 487.5 സെന്റിമീറ്റർ മഴ പെയ്തു. പ്രളയം കവർന്ന മൂന്നാറിന് 100 വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 188. വിൽപ്പനയ്ക്ക് വന്നത് 45,223. വിൽപ്പന നടന്നത് 42,325. കൂടിയ വില 3,196. ശരാശരി വില 2,275. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ. ഏലം കൂടിയ വില 2,200. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360. ഗ്രാമ്പൂ 975. കൊക്കോ 130. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,750 രൂപ. വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി, പാംബ്ള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ രാത്രി യാത്ര നിരോധിച്ചു. കട്ടപ്പന KSRTC ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ആരംഭിച്ച പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കട്ടപ്പന സബ് ഡിപ്പോയുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച 3 കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി.
മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ തീരുമാനം. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചാൽ ഫംഗ്ഷൻ നടന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. മാലിന്യ നിക്ഷേപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനം. ഹൈറേഞ്ച് ലേലത്തിന്റെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ വേനൽ വറുതിയിൽ ഏലച്ചെടികൾ നശിച്ചതുമൂലം ഉൽപാദനത്തിൽ ഇടിവുണ്ടായിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടി. ഏലക്ക വില 2000-ന് മുകളിലാണെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്ക ഇല്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.